വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ അധ്യായമായ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോ ആണ് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് പർച്ചേസ് ബുക്കിനെ കുറിച്ചും 2 പർച്ചേസ് റിട്ടേൺ ബുക്കിനെ കുറിച്ചുമാണ് പാർട്ട് 4 വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാണ് പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്കിനെ തന്നെ നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് എന്ന പേരിലും അറിയപ്പെടും. പർച്ചേസ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക് എന്ന പേരിലും അറിയപ്പെടും. പർച്ചേസ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻസ്. കടത്തിന് വാങ്ങിയത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് എന്ത്? പർച്ചേസ് ബുക്ക്. ഒരു ബിസിനസ് അതിന്റെ സപ്ലയറുടെ കയ്യിൽ നിന്നും കടത്തിന് വാങ്ങിയ ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് എന്ത്? പർച്ചേസ് ബുക്ക് അഥവാ പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ് കടത്തിന് വാങ്ങിയത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് പർച്ചേസുകൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പുസ്തകമാണെന്ത്? പർച്ചേസ് ബുക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ക്യാഷ് പർച്ചേസ് നമ്മൾ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ലേ എന്നത്. ക്യാഷ് പർച്ചേസ് നമ്മൾ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ക്യാഷ് പർച്ചേസ് നമ്മൾ ക്യാഷ് ബുക്കിലാണ് കാണിക്കുക. പർച്ചേസ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ കാണിക്കുകയുള്ളൂ. ക്യാഷ് പർച്ചേസ് നമ്മൾ കാണിക്കുകയില്ല. സോ പർച്ചേസ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ് അതിന്റെ സപ്ലയറുടെ കയ്യിൽ നിന്നും കടത്തിന് വാങ്ങിയ ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് എന്ത്? പർച്ചേസ് ബുക്ക് അഥവാ പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ബുക്കിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കോളം എന്താ? ഡേറ്റ് കോളം. ഡേറ്റ് കോളത്തിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയ കടത്തിന് വാങ്ങിയ ദിവസമാണ് നമ്മൾ ഡേറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. പിന്നീട് വരുന്ന കോളമാണ് നെയിം ഓഫ് സപ്ലയർ. നെയിം ഓഫ് സപ്ലയർ കോളത്തിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ കടത്തിന് സാധനങ്ങൾ വാങ്ങിയത്, ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയത്, അല്ലെങ്കിൽ ആരാണോ നമുക്ക് സാധനങ്ങൾ കടത്തിന് തന്നത്, അവരുടെ പേരാണ് നമ്മൾ നെയിം ഓഫ് സപ്ലയർ കോളത്തിൽ എഴുതുക. ഇങ്ങനെ ബിസിനസ്സിന് കടത്തിന് സാധനങ്ങൾ തന്ന സപ്ലയറുടെ പേരും ആ സപ്ലയറുടെ കയ്യിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചത്, ആ സാധനങ്ങളുടെ പേരും ക്വാണ്ടിറ്റിയും പ്രൈസുമാണ് നമ്മൾ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന 2ാമത്തെ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. 3ാമത്തെ കോളമാണ് ഇൻവോയ്സ് നമ്പർ. എന്താണ് ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ സപ്ലയർ നമുക്കൊരു ബില്ല് തരും, പർച്ചേസുമായി ബന്ധപ്പെട്ടൊരു ബില്ല് തരും. ഈ ബില്ലിലുള്ള നമ്പറാണ് ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, പർച്ചേസ് ബില്ലിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറാണ് നമ്മൾ ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന 3ാമത്തെ കോളത്തിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. 4ാമത്തെ കോളമാണ് LF. LF കോളത്തിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും റെക്കോർഡ് ചെയ്യാൻ ഉണ്ടാവാറില്ല. LFന്റെ ഫുള്ള് ലെഡ്ജർ ഫോളിയോ എന്നാണ്. ലാസ്റ്റ് കോളമാണ് എമൗണ്ട് കോളം. എമൗണ്ട് കോളത്തിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. അപ്പൊ ഡേറ്റ് കോളത്തിൽ നമ്മൾ ഈ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റ് റെക്കോർഡ് ചെയ്യും. നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ആരുടെ നിന്നാണോ കടത്തിന് സാധനങ്ങൾ മേടിച്ചത് അവരുടെ പേരും, എന്തൊക്കെ സാധനങ്ങളാണോ കടത്തിന് മേടിച്ചത് ആ സാധനങ്ങളുടെ പേരും പ്രൈസും ക്വാണ്ടിറ്റിയുമാണ് നമ്മൾ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ പർച്ചേസ് ബില്ലിലുള്ള നമ്പറാണ് നമ്മൾ ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. LF കോളത്തിൽ നമ്മളൊന്നും റെക്കോർഡ് ചെയ്യില്ല. എമൗണ്ട് കോളത്തിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. അപ്പൊ ഇതാണ് പർച്ചേസ് ബുക്കിനെ കുറിച്ച് അഥവാ പർച്ചേസ് ഡേ ബുക്കിനെ കുറിച്ച് അതിന്റെ തിയറിയും അതിന്റെ ഫോർമാറ്റും പഠിക്കാനുള്ളത് ഇത്രയും കാര്യമാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പർച്ചേസ് റിട്ടേൺ ബുക്കിനെ കുറിച്ചാണ്. എന്തിനായിരിക്കും പർച്ചേസ് റിട്ടേൺ ബുക്ക് ഒരു ബിസിനസ് റെക്കോർഡ് ചെയ്യുന്നത്? പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ് അത് അതിന്റെ സപ്ലയർ അടുത്ത് നിന്നും വാങ്ങിയ സാധനങ്ങൾ ആ സപ്ലയർക്ക് തന്നെ തിരിച്ചു കൊടുത്തത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് എന്ത്? പർച്ചേസ് റിട്ടേൺ ബുക്ക്. അഥവാ
നമ്മൾ വാങ്ങിയ സാധനങ്ങൾ, പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊടുത്തത്, റിട്ടേൺ കൊടുത്തത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് എന്ത്? പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻസ്. പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് എന്ത്? പർച്ചേസ് റിട്ടേൺ ബുക്ക്. അപ്പൊ പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കോളം എന്താണ്? ഡേറ്റ് കോളം. ഡേറ്റ് കോളത്തിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്ത ആ ഡേറ്റ് ആണ് നമ്മൾ ഡേറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക, അഥവാ പർച്ചേസ് റിട്ടേണിന്റെ ഡേറ്റ് ആണ് നമ്മൾ ഡേറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. നെയിം ഓഫ് സപ്ലയർ കോളത്തിൽ ആർക്കാണോ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്തത്, ഏത് സപ്ലയർ നിന്നാണോ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്തത്, ആ സപ്ലയറുടെ പേര്, നമ്മൾ സാധനങ്ങൾ തിരിച്ചു കൊടുത്ത ആ സപ്ലയറുടെ പേരാണ് നമ്മൾ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ എഴുതുക. ആ സപ്ലയറുടെ പേരും നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്ത ആ സപ്ലയറുടെ പേരും അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ റിട്ടേൺ കൊടുത്തത് അതും ആ ക്വാണ്ടിറ്റിയും ആ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും പ്രൈസുമാണ് നമ്മൾ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. മൂന്നാമത്തെ കോളമാണ് ഡെബിറ്റ് നോട്ട് നമ്പർ. പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയാം. ആ ഡെബിറ്റ് നോട്ട്, ആ ഡോക്യുമെന്റിലുള്ള നമ്പർ ആണ് നമ്മൾ ഡെബിറ്റ് നോട്ട് നമ്പർ എന്ന് പറയുന്ന മൂന്നാമത്തെ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. അതൊരു സീരിയൽ നമ്പർ ആയിരിക്കും. പിന്നീട് വരുന്ന കോളമാണ് LF കോളം, ലെഡ്ജർ ഫോളിയോ. ആ കോളത്തിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യാൻ ഉണ്ടാവാറില്ല, ഒന്നും രേഖപ്പെടുത്താൻ ഉണ്ടാവാറില്ല. എമൗണ്ട് കോളത്തിൽ നമ്മൾ പർച്ചേസ് റിട്ടേണിന്റെ എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുക. ഡേറ്റ് കോളത്തിൽ നമ്മൾ പർച്ചേസ് റിട്ടേണിന്റെ ഡേറ്റ് എഴുതും. നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ആർക്കാണോ സാധനങ്ങൾ തിരിച്ചു കൊടുത്തത് അവരുടെ പേരും അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് തിരിച്ചു കൊടുത്തത് അതിന്റെ ആ പേരും പ്രൈസും ക്വാണ്ടിറ്റിയുമാണ് നമ്മൾ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ഡെബിറ്റ് നോട്ട് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ നമ്പർ ആണ്, സീരിയൽ നമ്പർ ആണ്, ഡോക്യുമെന്റിലുള്ള നമ്പർ ആണ്. പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ നമ്പർ ആണ് നമ്മൾ ഡെബിറ്റ് നോട്ട് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. LF കോളത്തിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും റെക്കോർഡ് ചെയ്യില്ല. എമൗണ്ട് കോളത്തിൽ നമ്മൾ പർച്ചേസ് റിട്ടേണിന്റെ എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇതാണ് പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഫോമാറ്റ്. അപ്പൊ പർച്ചേസ് ബുക്കിനെ കുറിച്ചും അഥവാ പർച്ചേസ് ഡേ ബുക്കിനെ കുറിച്ചും പർച്ചേസ് റിട്ടേൺ ബുക്കിനെ കുറിച്ചും നമ്മൾ അതിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പർച്ചേസ് ബുക്കും അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ബുക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പർച്ചേസ് ഡേ ബുക്കും അഥവാ പർച്ചേസ് ബുക്കും പർച്ചേസ് റിട്ടേൺ ബുക്കും തയ്യാറാക്കാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പർച്ചേസ് ബുക്കിലേക്കും പർച്ചേസ് റിട്ടേൺ ബുക്കിലേക്കും എടുത്തെഴുതാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് 2016 ജൂലൈ മാസത്തിൽ നടക്കുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പർച്ചേസ് ബുക്ക് തയ്യാറാക്കി നോക്കാം, അഥവാ പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കാം. പർച്ചേസ് ബുക്കിന്റെ ഫോമാറ്റ് എങ്ങനെ വരുന്നത്? ആദ്യത്തെ കോളം ഡേറ്റ് കോളം, രണ്ടാമത് നെയിം ഓഫ് സപ്ലയർ, മൂന്നാമത് ഇൻവോയ്സ് നമ്പർ, നാലാമത് LF, അഞ്ചാമത് എമൗണ്ട് കോളം. അപ്പോൾ പർച്ചേസ് ബുക്കിൽ നമ്മൾ പർച്ചേസുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ പർച്ചേസ് ബുക്കിൽ നമ്മൾ പർച്ചേസുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താ നടക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നടക്കുന്നത് എന്താണ്? 1 ജൂലൈനാണ്. അപ്പൊ നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതും 1/7/2016 എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കോളത്തിൽ എഴുതും. നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ 1/7/2016 നിന്ന് ഏത് സപ്ലയറിന്റെ കയ്യിൽ നിന്നാണോ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നത് ആ സപ്ലയറിന്റെ പേരാണ് നമ്മൾ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ എഴുതുക. നമ്മൾ ആരെ കയ്യിൽ നിന്നാണ് 1/7/2016 വാങ്ങുന്നത്, പർച്ചേസ് ചെയ്യുന്നത്? ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഹെഡിങ് കൊടുക്കും ഹരിശ്രീ ബുക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കും ഹരിശ്രീ ബുക്സ്. ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നത്, എന്തൊക്കെ പുസ്തകങ്ങളാണ് മേടിക്കുന്നത്? നമുക്ക് ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നിന്നും ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്ന ബുക്സിന്റെ പേര് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് എഴുതി വെക്കണം. നമ്മൾ ഹരിശ്രീ ബുക്സ് എന്ന് പറഞ്ഞിട്ട് സപ്ലയറിന്റെ പേര് എഴുതിയതിന് ശേഷം തൊട്ട് താഴെ നമ്മൾ എഴുതി വെക്കണം. ആദ്യം വാങ്ങുന്നത് എന്താണ് മേടിക്കുന്നത്? 120 അക്കൗണ്ടിങ് റെക്കോർഡ് ബുക്കാണ്. 120 അക്കൗണ്ടിങ് റെക്കോർഡ് ബുക്ക് അറ്റ് ₹50 പെർ ബുക്ക്. ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നിന്ന് ആദ്യം മേടിക്കുന്നത് എന്താ? 120 അക്കൗണ്ടിങ് റെക്കോർഡ് ബുക്കാണ്. ഒരു അക്കൗണ്ടിങ് റെക്കോർഡ് ബുക്കിന് 50 രൂപയാണ്. അപ്പൊ 120 അക്കൗണ്ടിങ് റെക്കോർഡിന് എത്ര രൂപയായി കാണും? അത് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? 50 × 120 ചെയ്താൽ പോരെ? 50 × 120 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
6000 എന്ന് കിട്ടും. 6000 6000. അപ്പൊ 120 അക്കൗണ്ടിങ് റെക്കോർഡ് ബുക്കിന് 6000 രൂപ ചെലവായി. 6000 രൂപ ചെലവായി. ഇനി അക്കൗണ്ടിങ് റെക്കോർഡ് ബുക്ക് അല്ലാതെ വേറെ എന്താ മേടിക്കുന്നത്? 100 ഫിസിക്സ് റെക്കോർഡ് ബുക്ക് മേടിക്കുന്നുണ്ട്. അത് നമ്മൾ എഴുതി വെക്കണം തൊട്ട് താഴെയായിട്ട്. 100 ഫിസിക്സ് റെക്കോർഡ് ബുക്ക് അറ്റ് ₹60 per book. 60 per book. 100 ഫിസിക്സ് റെക്കോർഡ് ബുക്ക് മേടിക്കുന്നുണ്ട്. ഒരു ഫിസിക്സ് റെക്കോർഡ് ബുക്കിന് 60 രൂപയാണ്. അപ്പൊ 100 ഫിസിക്സ് റെക്കോർഡ് ബുക്കിന് എത്രയായി കാണും? 60 × 100 ചെയ്താൽ പോരെ? 60 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6000 എന്ന് കിട്ടും. 6000. അപ്പൊ ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നിന്നും ടോട്ടൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയതിന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ ആകെ എത്ര രൂപയ്ക്ക് ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട്? എത്ര രൂപയുടെ മൂല്യമുള്ള ബുക്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്? 6000 + 6000. ടോട്ടല് നമ്മൾ 12000 രൂപയുടെ ബുക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 12000. ഇനി ഹരിശ്രീ ബുക്സ് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10% ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ആ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ഈ ടോട്ടൽ വാല്യൂന്ന് കുറയ്ക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ എഴുതും മൈനസ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് 10% തരുന്നത്. 10%. ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് 10% തരുന്നത്. അതായത് 12000ന്റെ 10% നമുക്ക് ഡിസ്കൗണ്ട് തരുന്നത്. 12000ന്റെ 10% എത്രയാണ്? 1200 ആണ്. 12000ന്റെ 10% എന്ന് പറയുന്നത് 1200 ആണ്. അപ്പൊ ഈ 12000 നിന്ന് 1200 നമ്മൾ മൈനസ് ചെയ്യണം. 12000 നിന്ന് 1200 മൈനസ് ചെയ്ത തുകയാണ് കിട്ടുന്ന തുകയാണ് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതുക. അങ്ങനെ 12000 നിന്ന് 1200 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10800 എന്ന് കിട്ടും. 10800 എന്ന് കിട്ടും. ഇത് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് കാണിക്കും. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുക. രണ്ടാമത് പർച്ചേസ് ചെയ്യുന്ന ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? 8/7/2016 ആണ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതും 8/7/2016 എന്ന് പറഞ്ഞിട്ട് ആരെ കയ്യിൽ നിന്നാണ് നമ്മൾ 8/7/2016 നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? പ്രീമിയർ സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കും പ്രീമിയർ സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ട് സപ്ലയറുടെ പേര് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കും. ഇനി സപ്ലയറുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ മേടിക്കുന്നുണ്ട്? 30 ബോക്സസ് ഓഫ് ബാൾ പോയിന്റ് പെന്ന് അറ്റ് 70 per ബോക്സ്. നമ്മള് ബോൾ പോയിന്റ് പെന്ന് വാങ്ങുന്നുണ്ട്. 30 ബോക്സ് ആണ് പെന്ന് വാങ്ങുന്നത്. ഒരു ബോക്സ് പെന്നിന്റെ ഒരു ബോക്സിന് 70 രൂപയാണ്. അപ്പൊ 30 ബോക്സ് പെന്നിന് എത്രയായി കാണും? അതെങ്ങനെ കണ്ടെത്തുക? 70 × 30 ചെയ്താൽ പോരെ? അപ്പോ ഒരു ബോക്സിന് ഒരു പെന്നിന്റെ ഒരു ബോക്സിന് 30 രൂപയാണെങ്കിൽ 70 ബോക്സ് ഒരു പെന്നിന്റെ ബോക്സിന് 70 രൂപയാണെങ്കിൽ നമ്മൾ 30 ബോക്സ് പെന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര ചെലവായി കാണും? 70 × 30 ചെയ്താൽ പോരെ? അങ്ങനെ 70 × 30 ചെയ്യുമ്പോൾ നമുക്ക് 2100 എന്ന് കിട്ടും. 2100. ഇനി പ്രീമിയർ സ്റ്റോറിന്റെ കയ്യിൽ നിന്നും നമ്മൾ ജെല്ല് പെന്നും കൂടി മേടിക്കുന്നുണ്ട്. അതും നമ്മൾ എഴുതണം. 20 boxes of gel pen at ₹120 per box. നമ്മൾ 20 ബോക്സ് ജെൽ പെന്ന് വാങ്ങുന്നുണ്ട്. ഒരു ജെൽ പെന്നിന്റെ ബോക്സിന് 120 രൂപയാണ്. അപ്പൊ 20 ബോക്സിന് എത്രയായി കാണും? 120 × 20 ചെയ്താൽ പോരെ? അങ്ങനെ 120 × 20 ചെയ്യുമ്പോൾ നമുക്ക് 2400 എന്ന് കിട്ടും. 2400. അപ്പൊ പ്രീമിയർ സ്റ്റോഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് കിഴിക്കേണ്ട. അതുകൊണ്ട് നമുക്ക് 2100ഉം 2400 കൂട്ടിയാൽ കിട്ടുന്ന 4500 നമ്മൾ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. എമൗണ്ട് കോളത്തിൽ നമ്മൾ 4500 എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. ഈ 4500 എങ്ങനെ കിട്ടിയത്? 2100ഉം 2400ഉം ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 4500 കിട്ടിയത്. ഇനി ഇതേപോലെ തന്നെ 18-ാം തീയതി ഒരു ഇടപാട് നടക്കുന്നുണ്ട്. പർച്ചേസ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതും 18/7/2016 എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ 18-ാം തീയതി പർച്ചേസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്നത്? വിനായക സ്റ്റോഴ്സിന്റെ ഇല്ല. അപ്പൊ നമ്മൾ ഹെഡിങ് ആയിട്ട്
വിനായക സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. വിനായക സ്റ്റോഴ്സ്. വിനായക സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്നും എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്? 20 പാക്കറ്റ് A4 ഫോട്ടോ കോപ്പി പേപ്പർ, 20 പാക്കറ്റ് A4 പേപ്പർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. 20 പാക്കറ്റ് A4 പേപ്പർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരു പാക്കറ്റിന് 130 രൂപയാണ്. ₹130 പെർ പാക്കറ്റ്. 20 പാക്കറ്റ് A4 പേപ്പർ മേടിച്ചു. ഒരു പാക്കറ്റിന് 130 രൂപയാണ്. അപ്പോൾ 20 പാക്കറ്റിന് എത്രയായി കാണും? 20 × 130 ചെയ്താൽ പോരെ? 20 × 130 ചെയ്യുമ്പോൾ നമുക്ക് 2600 എന്ന് കിട്ടും. 2600. ഇനി എന്താണ്? A3 പേപ്പറും കൂടി വാങ്ങുന്നുണ്ട്. 15 വിനായക സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് 15 പാക്കറ്റ് A3 പേപ്പർ വാങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ തൊട്ട് താഴെ എഴുതണം 15 പാക്കറ്റ്സ് ഓഫ് A3 പേപ്പർ at ₹180 പെർ പാക്കറ്റ്. നമ്മൾ വിനായക സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്നും 15 പാക്കറ്റ് A3 പേപ്പർ മേടിക്കുന്നുണ്ട്. ഒരു പാക്കറ്റിന് 180 രൂപയാണ്. അപ്പൊ 15 പാക്കറ്റിന് എത്രയായി കാണും? 15 × 180 ചെയ്താൽ പോരെ? 15 × 180 ചെയ്യുമ്പോൾ നമുക്ക് 2700 എന്ന് കിട്ടും. 2700 എന്ന് കിട്ടും. A4 പേപ്പർ 20 പാക്കറ്റ് മേടിച്ചപ്പോൾ ആകെ നമുക്ക് 2600 രൂപ ചെലവായി. A3 പേപ്പർ നമ്മൾ 15 പാക്കറ്റ് മേടിച്ചപ്പോൾ 2200 രൂപയും ചെലവായി. അപ്പൊ വിനായക സ്റ്റോഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നില്ല. അതുകൊണ്ട് ഡിസ്കൗണ്ട് നമ്മൾ കിഴിക്കേണ്ട ആവശ്യമില്ല, ഡിസ്കൗണ്ട് തരാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ വിനായക സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്നും ടോട്ടൽ എത്ര രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസ് ആണോ നടത്തിയത് അത് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതും. അതായത് 2600 രൂപയുടെ A4 പേപ്പറും A4 പേപ്പറിന്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. 2700 രൂപയുടെ A3 പേപ്പറും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ 2600ഉം 2700ഉം നമ്മൾ കൂട്ടണം. ആ കൂട്ടി കിട്ടിയ സംഖ്യയാണ് നമ്മൾ എവിടേക്ക് എഴുതുക? എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. അപ്പൊ 2600ഉം 2700 കൂട്ടിയാൽ നമുക്ക് 5300 എന്ന് കിട്ടും. ഈ 5300 നമ്മൾ എമൗണ്ട് കോളത്തിലേക്കാണ് കാണിക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇടപാട് തരുന്നുണ്ട്. ലാസ്റ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻ തരുന്നത് 31-ാം തീയതിയാണ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് എഴുതും 31/7/2016 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതും. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നത് കരീം സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ നെയിം ഓഫ് സപ്ലയർ എന്നുള്ള കോളത്തിൽ കരീം സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കും. കരീം സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്താ മേടിക്കുന്നത്? 100 നോട്ട് ബുക്ക്, റൂൾഡ് നോട്ട് ബുക്ക് മേടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ താഴെ എഴുതും 100 റൂൾഡ് നോട്ട് ബുക്ക് at ₹20 പെർ ബുക്ക്. 100 റൂൾഡ് നോട്ട് ബുക്ക് മേടിക്കുന്നുണ്ട്. ഒരു നോട്ട് ബുക്കിന്റെ വില 20 രൂപയാണ്. അപ്പൊ 100 നോട്ട് ബുക്കിന് എത്രയായി കാണും? 20 × 100 ചെയ്താൽ പോരെ? 20 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. 20 × 100 നമ്മൾ 100 നോട്ട് ബുക്ക് മേടിക്കുന്നുണ്ട്. ഒരു നോട്ട് ബുക്കിന്റെ വില 20 ആണ്. അപ്പൊ ഈ ആകെ എത്ര രൂപയുടെ സാധനങ്ങൾ മേടിച്ചു എന്ന് അറിയാൻ 20 × 100 ചെയ്താൽ മതി. 20 × 100 ചെയ്യുമ്പോൾ നമുക്ക് 2000 എന്ന് കിട്ടും. ആ 2000 നമുക്ക് നേരിട്ട് എമൗണ്ട് കോളത്തേക്ക് എഴുതാം. കാരണം ഡിസ്കൗണ്ട് ഒന്നും തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നെയിം ഓഫ് സപ്ലയർ കോൾ എന്ന് പറയുന്ന ഇന്നർ കോളത്തിൽ നമ്മളൊന്നും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് കോളത്തിലേക്ക് 2000 രൂപ എടുത്ത് എഴുതാം. അതുകൊണ്ട് നമ്മൾ 2000 രൂപ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കും. 2000 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കാണിച്ചു. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നിന്നും ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയപ്പോൾ അവരൊരു ബില്ല് തന്നിട്ടുണ്ടായിരുന്നു. ആ ബില്ലിലുള്ള നമ്പർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ അവസാനം ഈ സപ്ലയറിന്റെ നേരെ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന ഓരോ കോളത്തിൽ എഴുതിയിട്ടില്ല. ഓരോ സപ്ലയറിന്റെയും നേരെ നമുക്ക് ഇൻവോയ്സ് നമ്പർ എഴുതാം. ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നമ്മൾക്ക് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയപ്പോൾ അവർ തന്ന ഇൻവോയ്സിലുള്ള നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 637. അത് നമ്മൾ ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ എഴുതി.
പ്രീമിയർ സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടിയ ഡോക്യുമെന്റിലെ നമ്പർ എത്രയാണ്? 612 ആണ്. അത് നമ്മൾ പ്രീമിയർ സ്റ്റോഴ്സിന്റെ നേരെ എഴുതുക, 612 ഇൻവോയ്സ് നമ്പർ കോളത്തിൽ എഴുതി. വിനായക സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇൻവോയ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് 217 ആണ്. അത് നമ്മൾ വിനായക സ്റ്റോഴ്സിന്റെ നേരെ നമ്മൾ ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ എഴുതുക. കരീം സ്റ്റോഴ്സിന്റെ കയ്യിൽ നിന്നും നമ്മൾ 20 റൂൾഡ് നോട്ട് ബുക്ക് മേടിച്ചപ്പോ 100 റൂൾഡ് നോട്ട് ബുക്ക് മേടിച്ചപ്പോ 20 രൂപയ്ക്ക് 100 റൂൾഡ് നോട്ട് ബുക്ക് മേടിച്ചപ്പോ 2000 രൂപയുടെ നോട്ട് ബുക്ക് പർച്ചേസ് ചെയ്തപ്പോ ഈ കരീം സ്റ്റോഴ്സ് നമുക്ക് പർച്ചേസ് ബില്ല് തന്നിട്ടില്ല, ഇൻവോയ്സ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ ഒന്നും റെക്കോർഡ് ഉണ്ടാവില്ല കരീം സ്റ്റോഴ്സിന്റെ നേരെ. അപ്പൊ ഇങ്ങനെയാണ് പർച്ചേസ് ബുക്കിൽ അഥവാ പർച്ചേസ് ഡേ ബുക്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യാം. അപ്പൊ പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കോളം എന്താണ്? ഡേറ്റ് കോളം. പിന്നീട് വരുന്ന രണ്ടാമത്തെ കോളമാണ് നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളം. മൂന്നാമത്തേത് ഡെബിറ്റ് നോട്ട് കോളം, LF കോളം, എമൗണ്ട് കോളം. ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഫോർമാറ്റ് വരുന്നത്. അപ്പൊ പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ട്രാൻസാക്ഷൻ ഈ ക്വസ്റ്റ്യനിൽ എന്നാ കൊടുത്തിട്ടുള്ളത് 12-ാം തീയതിയാണ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതണം 12/7/2016 എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതിയതിനു ശേഷം നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ആർക്കാണോ സാധനങ്ങൾ തിരിച്ചു കൊടുത്തത്, പർച്ചേസ് റിട്ടേൺ നടത്തിയത്, അതാണ് ആ പേരാണ്, ആ സപ്ലയറുടെ പേരാണ് നമ്മൾ ഈ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ ആദ്യം എഴുതേണ്ടത്. നമ്മൾ 12-ാം തീയതി റിട്ടേൺ ആർക്കാ കൊടുക്കുന്നത്, പർച്ചേസ് റിട്ടേൺ ആർക്കാ നടത്തുന്നത്? ഹരിശ്രീ ബുക്സിനാണ്. അതുകൊണ്ട് നമ്മൾ ഹെഡിങ് കൊടുക്കണം, ഹരിശ്രീ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കണം, ഹരിശ്രീ ബുക്സ്. ഇനി ഹരിശ്രീ ബുക്സിന് നമ്മൾ ഡെബിറ്റ് നോട്ട് നമ്പർ എത്രയാണ്? നമ്മൾ പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെന്റിന്റെ നമ്പർ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, 12 ആണ്. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നതിന്റെ നേരെ 12 എന്ന് എഴുതി വെക്കാം. ഇനി ഹരിശ്രീ ബുക്സിന് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്? 4 അക്കൗണ്ടിംഗ് റെക്കോർഡ് ബുക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന അക്കൗണ്ടിംഗ് റെക്കോർഡ് ബുക്കിൽ 4 അക്കൗണ്ടിംഗ് റെക്കോർഡ് ബുക്ക് നമ്മൾ ഹരിശ്രീ ബുക്സിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹരിശ്രീ ബുക്സിന്റെ തൊട്ട് താഴെയായിട്ട് 4 അക്കൗണ്ടിംഗ് റെക്കോർഡ് ബുക്ക് at ₹50 per book. നമ്മൾ ആ 4 അക്കൗണ്ടിംഗ് റെക്കോർഡ് ബുക്ക് റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടിംഗ് ബുക്കിന്റെ വില 50 രൂപയാണ്. അപ്പൊ റിട്ടേൺ കൊടുത്ത അക്കൗണ്ടിംഗ് റെക്കോർഡ് ബുക്കിന്റെ ടോട്ടൽ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടുക? 4 × 50 ചെയ്താൽ പോരെ? 4 × 50 ചെയ്യുമ്പോൾ നമുക്ക് 200 എന്ന് കിട്ടും. 200. അപ്പൊ റിട്ടേൺ കൊടുത്ത അക്കൗണ്ടിംഗ് റെക്കോർഡിംഗ് ബുക്കിന്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 200 ആണ്. 4 × 50 ചെയ്തപ്പോൾ 200 കിട്ടി. ഇനി എന്താ റിട്ടേൺ കൊടുക്കുന്നത്? നമ്മൾ ഹരിശ്രീ ബുക്സിന്റെ കയ്യിൽ നിന്ന് 100 ഫിസിക്സ് റെക്കോർഡ് ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പർച്ചേസ് ബുക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ 100 ഫിസിക്സ് റെക്കോർഡ് ബുക്കിൽ 3 ഫിസിക്സ് റെക്കോർഡ് ബുക്ക് നമ്മൾ ഹരിശ്രീ ബുക്സിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം, ഈ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ തൊട്ട് താഴേക്ക് നമ്മൾ എഴുതും 3 ഫിസിക്സ് റെക്കോർഡ് ബുക്ക് at ₹60 per ബുക്ക്. 3 ഫിസിക്സ് റെക്കോർഡ് ബുക്ക് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫിസിക്സിന്റെ ഒരു റെക്കോർഡ് ബുക്കിന്റെ വില 60 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ വാല്യൂ കണ്ടെത്താൻ 3 × 60 ചെയ്യണം. റിട്ടേൺ കൊടുത്ത ഫിസിക്സ് റെക്കോർഡിന്റെ ടോട്ടൽ മൂല്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ 3 × 60 ചെയ്യണം. 3 ഫിസിക്സ് ബുക്കാണ് റിട്ടേൺ കൊടുക്കുന്നത്. ഒരു ഫിസിക്സ് റെക്കോർഡിന്റെ വില 60 രൂപയാണ്. 3 × 60 ചെയ്യുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. 180 എന്ന് കിട്ടും. അപ്പോ റിട്ടേൺ കൊടുക്കുമ്പോൾ ട്രേഡ് ഡിസ്കൗണ്ടും അനുവദിക്കുന്നുണ്ട്. റിട്ടേൺ കൊടുക്കുമ്പോൾ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് അവര്. അപ്പോ നമ്മള് ഹരിശ്രീ ബുക്സിന് റിട്ടേൺ കൊടുക്കുന്ന ബുക്സിന്റെ ടോട്ടൽ മൂല്യം എങ്ങനെ കണ്ടെത്തുക? അക്കൗണ്ട് റെക്കോർഡ്സ് ബുക്ക് 120 രൂപയുടെ അക്കൗണ്ട് റെക്കോർഡ് ബുക്സ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ് റെക്കോർഡ് ബുക്സ് ആകെ 180 രൂപയുടെ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ 200 + 180 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 380 എന്ന് കിട്ടും. ഇതിന് നമുക്ക് ഡിസ്കൗണ്ട് കുറയ്ക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതും ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? 10%. അതായത് 350 രൂപയുടെ 10% ആണ് ട്രേഡ് ഡിസ്കൗണ്ട് ഉള്ളത്.
350ന്റെ 10% എത്രയാണ്? 38. അപ്പൊ 350 നിന്ന് എത്ര കുറയ്ക്കണം? 38 മൈനസ് ചെയ്യണം. അങ്ങനെ കുറച്ച് കിട്ടിയ തുകയാണ് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതുക. 350 നിന്ന് 38 മൈനസ് ചെയ്താൽ നമുക്ക് 342 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതുക, 342. അപ്പൊ ആദ്യം നമ്മൾ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ഹരിശ്രീ ബുക്സ് എന്ന് എഴുതി. ഇനി ഹരിശ്രീ ബുക്സിന് റിട്ടേൺ കൊടുക്കുന്ന ബുക്സിന്റെ പേരൊക്കെ എഴുതി. അതിന് ശേഷം അതിന്റെ ടോട്ടൽ മൂല്യം കണ്ടെത്തി. 200 പ്ലസ് 180 380 എന്ന് കിട്ടി. ഡിസ്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് 10%. അപ്പൊ 350ന്റെ 10% എന്നാണ് ഉദ്ദേശിക്കുന്നത്. 350ന്റെ 10% 38. 350 നിന്ന് 38 കുറച്ചാൽ 342. അത് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതി. അതിനുശേഷം വരുന്ന പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് 24-ാം തീയതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതണം 24/7/2016. 24/7/2016 ആർക്കാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്? വിനായക സ്റ്റോഴ്സ് എന്നാണ്. അപ്പോൾ വിനായക സ്റ്റോഴ്സ് ഹെഡിങ് കൊടുക്കുക. വിനായക സ്റ്റോഴ്സ് നമ്മൾ ഹെഡിങ് കൊടുക്കണം. വിനായക സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കണം. വിനായക സ്റ്റോഴ്സിന് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്? വിനായക സ്റ്റോഴ്സിന്റെ കഴിഞ്ഞ് നമ്മൾ 18-ാം തീയതി പർച്ചേസ് ചെയ്തിരുന്നു. ആ പർച്ചേസ് ചെയ്തതിൽ 2 പാക്കറ്റ് A4 പേപ്പർ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കണം. വിനായക സ്റ്റോഴ്സിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വിനായക സ്റ്റോഴ്സിന് എന്താണോ റിട്ടേൺ കൊടുക്കുന്നത് അത് നമ്മൾ ഇവിടെ കാണിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും 2 packets of A4 paper at rupees 130 per packet. നമ്മൾ 2 പാക്കറ്റ് A4 പേപ്പർ വിനായക സ്റ്റോഴ്സിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ ഒരു പാക്കറ്റ് A4 പേപ്പറിന് 130 രൂപയായിരുന്നു. അപ്പൊ 2 പാക്കറ്റ് എത്രയാവും? 2 പാക്കറ്റിന് 2 × 130 ചെയ്താൽ പോരെ. 2 പാക്കറ്റ് A4 പേപ്പറാണ് റിട്ടേൺ കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് A4 പേപ്പറിന് 130 രൂപയാണ്. അപ്പോൾ വിനായക സ്റ്റോഴ്സിന് റിട്ടേൺ കൊടുക്കുന്ന A4 പേപ്പറിന്റെ ടോട്ടൽ മൂല്യം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ആകെ മൂല്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം? 2 × 130. 2 × 130 ചെയ്യുമ്പോൾ നമുക്ക് 260 എന്ന് കിട്ടും. അത് നമ്മൾ ഈ ഒരു എമൗണ്ട് കോളത്തിലേക്ക് എഴുതണം. 260 എന്ന് എഴുതും. 2 × 130 ചെയ്യുമ്പോൾ നമുക്ക് 260 എന്ന് കിട്ടും. വിനായക സ്റ്റോഴ്സിന് റിട്ടേൺ കൊടുക്കുമ്പോൾ ഡെബിറ്റ് നോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 13 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വിനായക സ്റ്റോഴ്സിന്റെ നേരെ എഴുതണം. 13 എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പൊ ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.